10 ഇഞ്ച് നീളത്തിൽ 1.5 ഇഞ്ച് വട്ടമുള്ള 3 PVC പൈപ്പുകൾ എടുത്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സ്ത്രീകൾക്ക് വേണ്ടി ഒരു വീഡിയോയും ചെയ്യുന്നില്ല എന്നൊരു പരാതി നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു പരാതി ഇന്നത്തെ വീഡിയോയോടുകൂടി തീർക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ബാങ്കിൾ ഹോൾഡറാണ്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തി വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബാങ്കിൾ ഹോൾഡർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. 10 ഇഞ്ച് നീളത്തിൽ 1.5 ഇഞ്ച് വട്ടമുള്ള 3 PVC പൈപ്പുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ PVC പൈപ്പിൻ്റെ അറ്റം ക്ലോസ് ചെയ്യാനായിട്ട് 3 മൾട്ടിവുഡിൻ്റെ പീസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 3 ഇഞ്ച് വീതിയിൽ 10 ഇഞ്ച് നീളത്തിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട്. PVC പൈപ്പ് ഉറപ്പിക്കാനായിട്ട് 9.5 ഇഞ്ച് നീളത്തിൽ 3 ഇഞ്ച് വീതിയിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട്. 3/4 ഇഞ്ചിൻ്റെ മൾട്ടിവുഡിൻ്റെ പീസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത്രയും തിക്നെസ്സിൻ്റെ ആവശ്യമില്ല, എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു ആക്സൽ ബെഡ് ഉണ്ടെങ്കിൽ നമുക്കിത് നിർമ്മിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും തിക്നെസ്സിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. 1/2 ഇഞ്ചിൻ്റെ മൾട്ടിവുഡ് എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് PVC പൈപ്പ് വെക്കാനുള്ള പീസിൽ നമുക്കിതൊന്ന് വെച്ച് മാർക്ക് ചെയ്തെടുക്കാം. ഹോൾസോ ബിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിന് ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പുകൾ ഓരോന്നായിട്ട് ഫ്ലക്സ് ക്യൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിച്ചെടുക്കാം. ഗ്യാപ്പുകളെല്ലാം നമുക്ക് മൾട്ടിവുഡിൻ്റെ പൊടി ഉപയോഗിച്ചുകൊണ്ട് ക്ലോസ് ചെയ്തെടുക്കാം. പൊടിയിട്ട് ഫില്ല് ചെയ്ത ശേഷം ഫ്ലക്സ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. മൾട്ടിവുഡിൻ്റെ പൊടി ഇട്ടുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പിൻ്റെ ഈ ഒരു അറ്റം നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം. ഫ്ലക്സ് ക്യൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഹോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ പീസുമായിട്ട് നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഫ്ലക്സ് ക്യൂക്ക് ഉപയോഗിച്ചുകൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക് സൈഡിലെ ഈ ഒരു ഹോള് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ക്ലോസ് ചെയ്യാനായിട്ട് ഞാനിവിടെ മൈക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തുകൊണ്ട് ഹോൾ ക്ലോസ് ചെയ്യാം. SR ഉപയോഗിച്ചുകൊണ്ടാണ് ഒട്ടിക്കേണ്ടത്. ഞാനിവിടെ എൻ്റെ കയ്യിൽ SR തീർന്നുകൊണ്ട് ഞാനിവിടെ ഫെവി ബോണ്ടാണ് ഉപയോഗിക്കുന്നത്. അല്പസമയം ഉണങ്ങാനായിട്ട് വെച്ച ശേഷം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് മൈക്ക ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം.
അര ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സസ് വന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ മൈക്ക ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാങ്കിൾ ഹോൾഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കാം. സ്പ്രേ പെയിൻറ്റ് ഞാനിവിടെ ഡോട്ടോ പ്ലസിൻ്റെ സ്പ്രേ പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് കളറ് വരുന്നത് മാറ്റ് ബ്ലാക്ക് ആണ്. 400 ml ഒരു ബോട്ടിലാണിത്. 120 രൂപയാണ് ഇതിന് പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാങ്കിൾ ഹോൾഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാങ്കിൾസ് ഒന്ന് ഇട്ട് നോക്കാം. ബാങ്കിൾ ഹോൾഡറിൻ്റെ ഈ മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തി വയ്ക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.